അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് എനർജി പവർ. ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞു ഇനി നമുക്ക് വർക്ക് എനർജി പവർ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫോഴ്സ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നതല്ലേ. ഇപ്പോൾ ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് വർക്ക്. വർക്ക് ചെയ്യുന്നത് ആരാണ്? ഫോഴ്സ് ആണ്. അതാണ് ബാക്കിയായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ആ ഡെഫിനിഷൻ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്താണ് നമ്മൾ പറയുന്നത്. വർക്ക് ഈസ് ദ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡോട്ട് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നമ്മൾ എന്താണ് ഡോട്ട് ആണ് എഴുതുന്നത്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. വർക്ക് ഈസ് ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം സ്കെയിലാർ പ്രോഡക്റ്റ് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക്. ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എഫിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എസിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വർക്ക്? ഇറ്റ് ഈസ് എഫ് എസ് കോസ് തീറ്റ. എഫ് എസ് കോസ് തീറ്റ. വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഫോഴ്സ് ഒരു വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ്. പക്ഷേ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും. ഇനി വേറെ പ്രോഡക്റ്റ് ഉണ്ട്, ക്രോസ് പ്രോഡക്റ്റ് അല്ലെ. ക്രോസ് പ്രോഡക്റ്റ് വരുന്നതാണെങ്കിലോ ഇത് എന്താവും? വെക്ടർ ആയേനെ. പക്ഷെ ഇത് രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അത് നോക്കണം. യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. വർക്ക് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. മൂന്ന് തരത്തിലും ആവാം. പോസിറ്റീവ് വർക്ക് ഇഫ് ബോഡി മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഒരു കല്ല് താഴോട്ട് വീഴുന്നു, അവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ചെയ്ത വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്? പോസിറ്റീവ് ആണ്. കാരണം താഴോട്ട് പിടിച്ച് വലിക്കുന്നു, താഴോട്ട് തന്നെ വരുന്നു. അതേ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷൻ തന്നെ കല്ല് മൂവ് ചെയ്യുന്നു. അപ്പൊ അതെന്താണ്? പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതുപോലെ നെഗറ്റീവ് വർക്ക് ഇഫ് എ ബോഡി മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഇപ്പൊ ഒരു കോയിൻ എടുത്ത് നമ്മൾ വെള്ളത്തിലിടുക, വെള്ളത്തിലിടുമ്പോൾ അത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും അല്ലെ. മുകളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്, അതെന്താണ്? ബോയിന്റ് ഫോഴ്സ്. താഴോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ചെയ്ത വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. ബോയിന്റ് ഫോഴ്സ്, മുകളിലോട്ട് ബോയിന്റ് ഫോഴ്സ് ചെയ്ത വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. സീറോ വർക്ക് ഇഫ് ദ ബോഡി ഡസ് നോട്ട് മൂവ് ഈവൻ ഇഫ് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ബോഡി മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അത് എന്ത് വർക്കാണ്? സീറോ വർക്ക്. അപ്പം പോസിറ്റീവ് വർക്ക് ഇഫ് ബോഡി മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. നെഗറ്റീവ് വർക്ക് ഇഫ് ബോഡി മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പൊ അത് രണ്ടുമാണ് അതിനുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് നോക്കാം വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. നമുക്കറിയാം ഫോഴ്സ് എപ്പോഴും കോൺസ്റ്റന്റ് അല്ല. കാരണം കോൺസ്റ്റന്റ് വർക്ക് ആകുമ്പോൾ നമുക്ക് ഈക്വേഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. വർക്ക് കോൺസ്റ്റന്റ് അല്ല എങ്കിൽ നമുക്ക് എന്ത് പറ്റത്തില്ല. വേരിയബിൾ ആണെങ്കിൽ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇന്റഗ്രൽ x1 to x2 f dx. അതായത് നമ്മൾ ഇങ്ങനെ ഇതാണ് ഫോഴ്സിനെ കാണിച്ചത്. ഫോഴ്സ് ഒരു എന്താ പറയുക, കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾ ആണ്. അപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ആണ്. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ചെറിയൊരു ഒരു റെക്ടാംഗിൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ റെക്ടാംഗിൾ അവിടെ കൺസ്ട്രക്ട് ചെയ്താൽ ഒരു സ്ട്രിപ്പ്, റെക്ടാംഗിൾ സ്ട്രിപ്പ്. അപ്പൊ ഇത് എക്സ് ആണ്, ഇത് എഫ് ആണ്, അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇത് എഫ് ആണ്, ഫോഴ്സ് ആണ്. അതിന്റെ ചെറിയ എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഡി എക്സ് എന്ന് വിളിക്കാം. ഇനി എവിടം തൊട്ട് എവിടം വരെയുള്ള വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്? x1 മുതൽ x2 വരെയാണ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് W = ഇന്റഗ്രൽ ഇവിടം മുതൽ x1 മുതൽ x2 വരെയാണെങ്കിൽ ഇന്റഗ്രൽ x1 to x2 f dx. അപ്പൊ ഈ ഫോർമുല ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? ഫോഴ്സ് വേരിയബിൾ ആണെങ്കിലാണ് ഉപയോഗിക്കുന്നത്. ഈ ഫോഴ്സ് എപ്പോഴാണ്? ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ഫോഴ്സ് ഇക്വേഷൻ ആണ്. ഇനി ഒരു കാര്യം കൂടി നോക്കുക. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ. അപ്പൊ മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ദ വർക്ക് ഡൺ. അപ്പൊ ആ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഗ്രാഫിന്റെ എവിടെ തൊട്ട് എവിടം വരെയാണോ അവിടുത്തെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗീവ്സ് ടോട്ടൽ വർക്ക് ഡൺ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ്, ഫോഴ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചായിരുന്നു കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട്. ഇവിടെ വരുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ്. അപ്പം കൺസർവേറ്റീവ് ഫോഴ്സുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അപ്പൊ എന്താണെന്ന് നോക്കാം. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ഇനീഷ്യൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ദ ഫോഴ്സ് ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ്. അതായത് വർക്ക് ചെയ്യുമ്പോൾ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഈ പോയിന്റുകളെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും പാത്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇത് ഫൈനൽ പോയിന്റ്. ഇങ്ങനെ പോയാലും കൊള്ളാം, ഇങ്ങനെ പോയാലും കൊള്ളാം. ഫൈനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റിൽ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതെന്താണ്? കൺസർവേറ്റീവ്. അപ്പം ഇനീഷ്യൽ പോയിന്റിനെ ഫൈനൽ പോയിന്റിനെ പാത്തിനെ ഡിപെൻഡ് ചെയ്യാത്ത ഫോഴ്സുകളാണ് എന്ത്? കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വർക്ക് അതാണ് വർക്ക് ഡൺ ബൈ force is said to be conservative if it depends only on the initial and final point. A force is said to be conservative. എപ്പോഴാണ് ഒരു ഫോഴ്സിനെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്? എപ്പോഴാണ്? if it depends only on initial and final point.
അതർവൈസ് നോൺ കൺസർവേറ്റീവ്. അപ്പം പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? നോൺ കൺസർവേറ്റീവ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആരാണ്? കൺസർവേറ്റീവ്. അപ്പൊ അത്രേ ഉള്ളൂ. ഒരു ഫോഴ്സ് ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത്രയും ഫോഴ്സുകളാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സുകളാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇനി ഒരു പ്രത്യേകതകളുണ്ട്. ഒരു വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഓർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് സീറോ. അതായത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഓർ ഒരു ക്ലോസ്ഡ് പാത്ത് ചെയ്ത വർക്ക് എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്തിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. പക്ഷെ നോൺ കൺസർവേറ്റീവ് ചെയ്ത വർക്ക് സീറോ ആവണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നോക്കുക, വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് സീറോ ഓവർ എ ക്ലോസ്ഡ് പാത്ത്. ഇനി നമുക്ക് നോക്കാം കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഈ ഫോഴ്സുകളെല്ലാം എന്ത് എക്സാമ്പിൾ ആണ്? കൺസർവേറ്റീവ് എക്സാമ്പിൾ ആണ്. നോൺ കൺസർവേറ്റീവ് എക്സാമ്പിൾ ആണ് വിസ്കസ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ. അപ്പം ഡിസിപ്പേറ്റീവ് ഫോഴ്സ് അല്ലെ, വിസ്കസ് ഫോഴ്സ് ആയാലും ഫ്രിക്ഷണൽ ഫോഴ്സ് ആയാലും അതെല്ലാം എന്താണ്? ഡിസിപ്പേറ്റീവ് നേച്ചർ ഉള്ള ഫോഴ്സ് ആണ്. അതെല്ലാം എന്താണ്? നോൺ കൺസർവേറ്റീവ് ആണ്. അപ്പൊ കൺസർവേറ്റീവ് ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ പറയാം, സ്പ്രിംഗ് ഫോഴ്സ് പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറയാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചായിരുന്നു കോണ്ടാക്റ്റും നോൺ കോണ്ടാക്റ്റും. അതുപോലെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ്. അപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പഠിക്കുമ്പോൾ നമുക്ക് അറിയണം എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ളത് നമ്മളൊന്ന് അറിയണം. അപ്പൊ നോക്കാം. The work done by a force does not depends on path but on initial and final point only is called a conservative force. അപ്പോൾ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സിമിലർലി ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്താൽ അവ എന്ത് വിളിക്കും? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. അപ്പൊ എക്സാമ്പിൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നോക്കാം എന്താണ് ഇനി അടുത്തത്? മെക്കാനിക്കൽ എനർജി. നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. പിന്നെ നോക്കാം, വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മോഷനിലായിരിക്കുന്ന ഒരു ബോഡിക്കുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. ദ എനർജി പോസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് half mv², where m is the mass and v is the velocity of the body. നമുക്ക് ഈ ഇക്വേഷനെ m കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം. മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ വിത്ത് m, മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നോക്കിയേ, ഒരു മാസം മുകളിൽ വരും, ഒരു മാസം താഴെ വരും. അപ്പൊ മുകളിൽ ഒരു മാസം ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ മാസിന്റെ സ്ക്വയർ വരും, താഴെ ഒരു m വരും. ഇതെന്താ? m² v² എന്ന് പറഞ്ഞാൽ mv the whole square അല്ലേ? mv എന്താ? p²/2. അപ്പൊ കൈനറ്റിക് എനർജിക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. കൈനറ്റിക് എനർജി half mv² which is equal to p²/2. രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഇനി കൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ആയിരിക്കുന്ന അവസ്ഥ കൊണ്ട് അതിനുള്ള എനർജിയാണ്. ഒരു ബോഡി h ഉയരത്തിൽ ഇരിക്കുന്നു. എത്രയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എത്രയാ? mgh. അതായിരിക്കുന്ന അവസ്ഥ കൊണ്ട് ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അസോസിയേറ്റഡ് വിത്ത് എ കൺസർവേറ്റീവ് ഫോഴ്സ് there is a potential energy. അപ്പോൾ ഫോഴ്സ്, അപ്പോൾ എപ്പോഴും ഓർത്തോണം, കൺസർവേറ്റീവ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് എപ്പോഴും എന്തുള്ളത്? പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. പക്ഷേ ഫ്രിക്ഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമോ? ഇല്ല, കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഫോഴ്സ് ആണ്? നോൺ കൺസർവേറ്റീവ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസോസിയേറ്റഡ് വിത്ത് എ കൺസർവേറ്റീവ് ഫോഴ്സ് there is a potential energy. Change in potential energy is the negative of work done by a conservative force. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് തരും? വർക്ക് ഡണ്ണിന്റെ നെഗറ്റീവ് തരും. അപ്പൊ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ. ഇത്രയും കാര്യങ്ങൾ പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി അറിയണം. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി, സ്പ്രിംഗിന്റെ പൊട്ടൻഷ്യൽ എനർജിയെ പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് അത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി നമ്മൾ പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വേണ്ടത് കൺസർവേറ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പം അതാണ് ഓർക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതാണ് സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഒരു സ്പ്രിംഗ് എടുത്തിരിക്കുകയാണ്, അതിനകത്തൊരു മാസ് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോക്കുക, ദിസ് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ. x1 എന്ന് പറയുന്നതാണ് ഇനി ഇനീഷ്യൽ പൊസിഷൻ. അവിടെ നിന്നും അതിനെ x2 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മാറ്റി. ഇവിടെ നിന്നുള്ള ലെങ്ത് ആണ് x1. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇവിടെ വരെ ആക്കി. അതായത് ദിസ് ഈസ് ദ പൊസിഷൻ ഫ്രം ദിസ് പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം എത്ര? x2.
അപ്പൊ എത്രത്തോളം എനർജി ഈ സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പിടിവിട്ടാൽ എന്ത് ചെയ്യും? തിരിച്ചു പോകണമെങ്കിൽ അവിടെ എനർജി വേണം. അപ്പൊ എത്രത്തോളം എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സ്പ്രിങ് വലിച്ച് വിടുമ്പോൾ തിരിച്ചു പോകും. അപ്പൊ എത്ര എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. വെൻ വർക്ക് ഈസ് ഡൺ ഓൺ എ സ്പ്രിങ്, വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. എന്ത് എനർജി? പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നു, പിടിവിടുമ്പോൾ തിരിച്ചു പോകുന്ന എനർജി ഉണ്ടല്ലേ. സോ വെൻ വർക്ക് ഈസ് ഡൺ ഓൺ എ സ്പ്രിങ് ദ എനർജി ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് ദ സ്പ്രിങ് ഫ്രം x1 ൽ നിന്ന് x2 ലേക്ക് അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു? വർക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുല നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്റഗ്രൽ x1 ടു x2, എവിടം തൊട്ട് എവിടം വരെയാണ്? x1 മുതൽ x2 വരെ f dx. ഇനി ഓർക്കണം, സ്പ്രിങ്ങിന്റെ കേസിൽ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നോക്കുക, നമ്മൾ സ്പ്രിംഗ് വലിച്ചു പിടിവിടുന്നുണ്ട്, എന്ത് ചെയ്യും? തിരിച്ചു പോകും. ആ ഫോഴ്സ് ആണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു, തിരിച്ചു പോകും. ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്, തിരിച്ചു പോകുന്ന ഫോഴ്സ്, അതാണ് സ്പ്രിംഗ് ഫോഴ്സ്. ആ സ്പ്രിംഗ് ഫോഴ്സ് എന്തിന്റെ പ്രൊപ്പോർഷനാണ്? നമ്മൾ എത്ര വലിച്ചു എന്നുള്ളതിന്റെ പ്രൊപ്പോർഷൻ അല്ലേ? F is proportional to x. ഇപ്പൊ കൂടുതൽ വലിച്ചാൽ കൂടുതൽ സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? F is proportional to x. F is equal to minus kx. നമ്മൾ വലിക്കുന്നത് ഇങ്ങോട്ടാ, പോകുന്നത് അങ്ങോട്ടാ അല്ലെ? വലിച്ചിട്ട് വിടുമ്പോൾ അങ്ങോട്ടല്ലേ പോകുന്നത്. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നെഗറ്റീവ് സൈൻ. അപ്പൊ സ്പ്രിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to minus kx, where k is the spring constant. അത് ഓരോ സ്പ്രിങ്ങിനും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഓർക്കണം, സ്പ്രിംഗ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്? മൈനസ് കെ എക്സ്, where k is the spring constant. അപ്പൊ നമുക്ക് ഇവിടെ ഫോഴ്സിന് പകരം എന്ത് കൊടുക്കാം? മൈനസ് കെ എക്സ് എന്ന് കൊടുക്കാം. മൈനസ് കെ എക്സ് ഡി എക്സ്. ഇനി നോക്കാം എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ. അതായത് ഇന്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു വൺ അല്ലേ? അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ 1 ആണ്. x raised to 1 plus 1 divided by 1 plus 1, that is x square by 2. അപ്പൊ ഇന്റഗ്രൽ x എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? x square by 2. ഇത്ര ഓർത്തിരുന്നാലും മതി. ഇന്റഗ്രൽ x ന്റെ വാല്യൂ എത്രയാണ്? x dx എത്രയാണ്? x square by 2 ആണ്. അപ്പൊ ഇന്റഗ്രൽ x dx എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? x square by 2 ആണെന്ന് ഓർത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? x നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x square by 2. ഇനി മുകളിലത്തെ വാല്യൂ താഴത്തെ വാല്യൂ കൊടുക്കണം. അപ്പർ വാല്യൂ ലോവർ വാല്യൂ കൊടുക്കണം. ഈ 2 പുറത്തെടുക്കാലോ. മൈനസ് കെ ബൈ 2 ഇൻറ്റു ഇനി മുകളിലത്തെ വാല്യൂ കൊടുക്കുക. അപ്പൊ എക്സിന് ആദ്യം മുകളിലത്തെ വാല്യൂ കൊടുക്കുമ്പോൾ x2 സ്ക്വയർ മൈനസ് താഴത്തെ വാല്യൂ പിന്നെ കൊടുക്കുക. എപ്പോഴും പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ ആദ്യം എക്സിന് മുകളിലത്തെ വാല്യൂ കൊടുത്തു, മൈനസ് ലോവർ വാല്യൂ. എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. അപ്പൊ നമുക്ക് എഴുതാം. അകത്ത് കയറ്റി എഴുതുമ്പോൾ മൈനസ് ഹാഫ് കെ x2 സ്ക്വയർ പ്ലസ് കെ x1 സ്ക്വയർ. അപ്പൊ നമ്മൾ അകത്തായിട്ട് കയറ്റി എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിന് മൈനസ് ഹാഫ് കെ x2 സ്ക്വയർ പ്ലസ് ഹാഫ് കെ x1 സ്ക്വയർ. നമ്മൾ പഠിച്ചായിരുന്നു പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ വർക്കും പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ബന്ധം എന്താ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് വർക്ക് ഡൺ അല്ലെ? വർക്ക് ഡൺ നമുക്ക് കിട്ടി. ഇതിന്റെ മൈനസ് എടുത്താൽ എന്ത് കിട്ടും നമുക്ക്? പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ സാധാരണ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. വെറുതെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞതിന് മീനിങ് ഇല്ല. അതുകൊണ്ടാണ് ഈ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തൽക്കാലം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് വർക്ക് ഡൺ എന്ന് വായിച്ചാലും മതി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കിട്ടണം. അപ്പൊ വർക്ക് ഡൺ കിട്ടി. പൊട്ടൻഷ്യൽ എനർജി കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിലൊരു മൈനസ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ശരിക്കും പറഞ്ഞത്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഇതിന് മൈനസ് കൊടുക്കുമ്പോൾ എന്താവും? ഹാഫ് കെ x2 സ്ക്വയർ മൈനസ് ഹാഫ് കെ x1 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ x1 എന്നുള്ളത് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ? അത് 0 വന്നിരിക്കട്ടെ, ഒറിജിൻ വന്നിരിക്കട്ടെ. അതിന് ഒറിജിൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ x1 ഇവിടെ 0 ആകും. ബാക്കി എന്ത് വരും? ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പൊ ജനറലി സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചാൽ നമ്മൾ ചേഞ്ച് എന്നുള്ളത് വാക്ക് അവിടെ ഉപയോഗിക്കണമെന്നില്ല. വെറുതെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാലും മതി. പക്ഷെ അവിടെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുമ്പോൾ എന്താ പറയണം? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയണം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? സ്റ്റോർഡ് ബൈ എ സ്പ്രിംഗ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ബൈ എ സ്പ്രിംഗ് എത്രയാണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ. ജനറൽ. അപ്പൊ x1 0 ആയി കഴിഞ്ഞാൽ പിന്നെ x2 എന്ന് വിളിക്കണ്ടായല്ലോ, x എന്ന് വിളിച്ചാൽ മതിയല്ലോ, ജനറൽ ആയിട്ട് വിളിച്ചാൽ മതി. അതുകൊണ്ടാണ് എക്സ് സ്ക്വയർ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് സ്പ്രിംഗ് സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. അടുത്ത് നോക്കാം വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്താണെന്ന് നോക്കാം. വർക്ക് എനർജി തിയറം പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പൊ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വർക്ക് എനർജി തിയറം നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ബോഡി അതിന്റെ മാസ് m ആണെന്ന് ഇരിക്കട്ടെ, അത് u എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറി? v ആയിട്ട് മാറി. അതിന്റെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് f ആണെന്ന് ഇരിക്കട്ടെ. ഒരു ബോഡിക്ക് m മാസ്, അത് u വെലോസിറ്റിയിൽ പോകുന്നു. അത് എന്റെ വെലോസിറ്റി v ആവണം. അപ്പൊ അത് ആക്സലറേറ്റ് ചെയ്യണം. അത് v ആയിട്ട് മാറി. v ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. ആ ഫോഴ്സ് f ആണെന്ന് ഇരിക്കട്ടെ.
ഇനി നമുക്കറിയാം v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഇക്വേഷൻസ് ഓഫ് മോഷൻ അത് പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. ആ ഇക്വേഷനെ നമുക്ക് m കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? mv സ്ക്വയർ ഈസ് ഈക്വൽ ടു mu സ്ക്വയർ പ്ലസ് 2as ഇൻറ്റു m എന്ന് വരും. അപ്പൊ ഈ mu സ്ക്വയറിനെ ഇപ്പുറത്തോട്ട് എടുത്താൽ mv സ്ക്വയർ മൈനസ് mu സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു m ഉം a യും ഉണ്ട്. m ഇൻറ്റു a എന്താ? ഫോഴ്സ് ഇൻറ്റു s, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ mv സ്ക്വയർ മൈനസ് mu സ്ക്വയർ ഈസ് ഈക്വൽ ടു 2fs എന്ന് പറയും, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇനി ആ 2 നെ ഇപ്പുറത്തോട്ട് എടുക്കുക, അതോട്ട് എടുക്കുക. അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു mv സ്ക്വയർ മൈനസ് mu സ്ക്വയർ ഈസ് ഈക്വൽ ടു f ഇൻറ്റു s, ദാറ്റ് ഈസ് വർക്ക് ഡൺ. ഹാഫ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഹാഫ് mv സ്ക്വയർ മൈനസ് ഹാഫ് mu സ്ക്വയർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പൊ അതും ഓർത്തിരിക്കണം. ഇതാണ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ പറയുന്നത്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലേ? എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആയിരിക്കും, അതാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു സിസ്റ്റത്തിന്റെ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും, പ്രൊവൈഡഡ് the forces acting on the system is conservative. ഒരു സിസ്റ്റത്തിൽ കൺസർവേറ്റീവ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. The sum of kinetic energy and potential energy is always same if conservative forces are acting on a system. നമുക്കറിയാം മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി സം ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നു, അത് തന്നെയായിരിക്കും മറ്റൊരു പോയിന്റിൽ. അത് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. The total mechanical energy of a system is conserved. The total mechanical energy of a system is conserved if forces acting on the system are conservative. Conservative force act ചെയ്യുകയാണെങ്കിൽ total mechanical energy conserved ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും എന്നതാണ് law of conservation of mechanical energy. ഇനി നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ഒരു ബോൾ ആണിത്. ഈ ബോൾ താഴത്തേക്ക് ഇടുന്നു. ഇത് ഗ്രൗണ്ട് ആണ്, ഗ്രൗണ്ടിലേക്ക് എടുത്തിരുന്നു. അപ്പൊ നമ്മൾ ഈ താഴേക്ക് ഇത് ഗ്രൗണ്ടിലോട്ട് വീഴുന്നല്ലേ? ആര് കാരണം വീഴുന്നത്? ആരാ പിടിച്ചു വലിക്കുന്ന? ആരാ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. നമുക്കറിയാം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ബോളിന്റെ മെക്കാനിക്കൽ എനർജി എ മുതൽ സി വരെയുള്ള എല്ലാ പോയിന്റുകളിലും എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ നമ്മൾ ഓരോ പോയിന്റിലേയും കണ്ടുപിടിക്കും. നമുക്ക് എല്ലാ പോയിന്റും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലത്തെ പോയിന്റ് എടുക്കുന്നു, താഴത്തെ പോയിന്റ് എടുക്കുന്നു, ഇടയ്ക്കത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നു. ഈ 3 പോയിന്റിലും എന്ത് കാണിക്കണം? മെക്കാനിക്കൽ എനർജി സെയിം ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. Consider a ball is dropped from a height h. m മാസ് ഉള്ള ബോൾ h ഉയരത്തിൽ നിന്ന് താഴെ ഇടുന്നു. താഴെ ഇടുന്നു എന്ന് പറയുമ്പോൾ ഇടുന്ന പോയിന്റിൽ അവിടെ എന്താ പ്രത്യേകത? എന്താ? u0 ആയിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ മൊമെന്റിൽ അതിന്റെ വെലോസിറ്റി എത്ര ആയിട്ട് എടുക്കണം? 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് പോയിന്റ് എയിലെ കാര്യം നോക്കാം. ഇതാ പോയിന്റ് എ. പോയിന്റ് എ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് h ഉയരത്തിലാണ്. പോയിന്റ് ബി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് y അകലത്തിലാണ്. ഇവിടെ തൊട്ട് b വരെയുള്ള അകലം y ആണ്. ഇത് മൊത്തത്തിൽ h ഇത്രയും y ആണെങ്കിൽ b മുതൽ c വരെ അല്ലെ ഗ്രൗണ്ട് വരെയുള്ള ദൂരം എത്രയാണ്? h - 5. അതെല്ലാം നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയിന്റ് എയിലെ കൈനറ്റിക് എനർജി എത്രയാണ്? 0. കാരണം അവിടെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി 0. u0 ആയതുകൊണ്ട് 0. കൈനറ്റിക് എനർജി ഹാഫ് mu സ്ക്വയർ. u എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി 0 ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഗ്രൗണ്ടിൽ നിന്ന് h ഉയരത്തിൽ എത്രയാ? h ഉയരത്തിലുള്ള ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താ? mgh. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് mgh. അപ്പൊ ടോട്ടൽ എനർജി എത്രയാണ്? അല്ലെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്രയാണ്? 0 + mgh that is equal to mgh. ഇനി ഈ ബോൾ ഇവിടുന്ന് താഴെ b എന്ന് പറയുന്ന പോയിന്റ് എത്തി. അറ്റ് പോയിന്റ് ബി. ആ പോയിന്റ് ബിയിൽ എത്തുമ്പോൾ വെലോസിറ്റി ഉണ്ട്. ഇവിടെ വെച്ച് വെലോസിറ്റി ഇല്ല, പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു വെലോസിറ്റി ഉണ്ട്. കാരണം മൂവ് ചെയ്ത് വെലോസിറ്റി അക്വയർ ചെയ്തത്. ആ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ ആണ് v² = u² + 2as അല്ലേ? അപ്പൊ u എത്രയാണ്? 0 ആണ്. 0 പ്ലസ് a എന്ന് പറഞ്ഞാൽ എന്താ? താഴോട്ട് പിടിച്ചു വലിക്കുക. അപ്പൊ a എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ട് g. s എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. 2gy. that is equal to v² = 2gy. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ത് വരും? half mv². half m into v² ന് പകരം 2gy. ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വന്നു? കൈനറ്റിക് എനർജി എത്ര കിട്ടി? mgy. കൈനറ്റിക് ബിയിലെ കൈനറ്റിക് എനർജി എത്രയാണ്? mgy. ഇനി ബിയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? പറഞ്ഞേ. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കിട്ടും? mgh അല്ലേ? അപ്പൊ h എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടുന്നാ മെഷർ ചെയ്യുന്നത്? ഗ്രൗണ്ടിൽ നിന്ന്. എപ്പോഴും ഓർക്കണം, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ mgh എത്രയാ? അപ്പൊ ബിയിൽ നിന്ന് എത്ര ഹൈറ്റ് എത്രയുണ്ട്?
എച്ച് മൈനസ് വൈ. അപ്പൊ എച്ചിന് പകരം എച്ച് മൈനസ് വൈ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എം ജി എച്ച് മൈനസ് എം ജി വൈ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കിട്ടി എം ജി എച്ച് മൈനസ് എം ജി വൈ. കൈനറ്റിക് എനർജി എത്ര കിട്ടി? എം ജി വൈ. അപ്പൊ ടോട്ടൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്ര വരും? എം ജി വൈ പ്ലസ് എം ജി എച്ച് മൈനസ് എം ജി വൈ. എം ജി വൈയും എം ജി വൈയും ക്യാൻസൽ ആയി പോയി, ബാക്കി എന്ത് വരും? എം ജി എച്ച് എന്ന് വരും. വീണ്ടും നമുക്ക് കിട്ടി ടോട്ടൽ എനർജി എത്രയാണ്? എം ജി എച്ച്. നേരത്തെ എയിലും എത്ര തന്നെയാണ് ടോട്ടൽ എനർജി? എം ജി എച്ച്. ഇപ്പോഴും എത്ര കിട്ടി? എം ജി എച്ച്. ഇനി ഈ ബോൾ താഴെ എത്തുന്നു, സിയിൽ എത്തുന്നു, അപ്പോഴത്തെ എനർജി കൂടെ കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി എത്രയാ? ഹാഫ് എം വി സ്ക്വയർ. അപ്പൊ വി സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ? അപ്പൊ അതിനകത്ത് യു 0 ആണ്, ആക്സിലറേഷൻ ജി ആണ്, എസ് എത്ര വരും? ഡിസ്പ്ലേസ്മെന്റ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? എച്ച് ആണ് അല്ലേ? അപ്പൊ 2gh. അപ്പൊ വി സ്ക്വയർ എത്ര കിട്ടി? 2gh. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി അത് ഇട്ട് കൊടുക്കാം. ഹാഫ് എം ഇൻറ്റു വി സ്ക്വയറിന് പകരം 2gh. 2 × 2 ക്യാൻസൽ ആയിപ്പോ വീണ്ടും നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി എന്തായിട്ട് വരും? mgh. ഇനി പൊട്ടൻഷ്യൽ എനർജി എത്രയാ? ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? mgh. ഹൈറ്റ് ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി എത്രയാ? 0. അപ്പൊ വീണ്ടും നമ്മൾ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുന്നു. ടോട്ടൽ എനർജി എത്ര വരും? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് mgh പ്ലസ് 0, ദാറ്റ് ഈസ് വീണ്ടും mgh. അപ്പൊ എല്ലാ പോയിന്റിലും എയിലും ബിയിലും സിയിലും എന്താ പ്രത്യേകത? എന്താ? എല്ലാ പോയിന്റിലും കൈനറ്റിക് എനർജി ടോട്ടൽ എനർജി അല്ലെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി സെയിം ആണ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ.